ഒരു പ്രോബ്ലം തന്നിരുന്നു, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കാൻ പറഞ്ഞു. ഫോർമാറ്റ് വരച്ചു വെച്ചോ? വരച്ചു വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, 5 ഹെഡുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഫിക്സഡ് അസറ്റ് സൈഡിലാണെങ്കിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ലയബിലിറ്റി സൈഡിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ലോങ് ടേം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റി, 3 ഹെഡ്. പിന്നെ അണ്ടറിൽ വരാവുന്നത്, ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ ഒന്നും ഉണ്ടാവില്ല, അത് നേരിട്ട് എഴുതാനുണ്ടാവുള്ളൂ. കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ഉണ്ടാവാം. സ്റ്റോക്കിനുള്ള ക്ലൂ ഏതായിരുന്നു പറഞ്ഞിരുന്നേ? ഏതാ കുട്ടികളെ? ഒന്ന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതല്ലാതെ സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെപ്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ചിലപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഇല്ല എന്നവിടെ വിചാരിക്കണം. അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിനുള്ള ക്ലൂ അവിടെ തന്നില്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഇല്ല എന്ന് വിചാരിക്കണം. ബാക്കിയുള്ള കറണ്ട് അസറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, കറണ്ട് അസറ്റ് ഇപ്പോൾ ഒരു 5 ലാക്ക് വിചാരിച്ചോ, സ്റ്റോക്ക് 1 ലാക്ക്, ഡെപ്റ്റേഴ്സ് 2 ലാക്ക്, ബാക്കിയും 2 ലാക്ക് ഇല്ലേ? അതെന്താ വിളിക്കുക? അതർ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് അതർ കറണ്ട് അസറ്റ്സിന് കൊടുക്കാം. അപ്പോൾ അസറ്റ് സൈഡ് ഓക്കെ ആയി, വേറൊന്നുമില്ല അവിടെ. ലയബിലിറ്റി സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ലോങ് ടേം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റി, ഈ 3 ഉണ്ടാവാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ 2 ഉണ്ടാവാം, ഒന്ന് ഷെയർ ക്യാപിറ്റലും റിസർവും. ഏതൊക്കെ ഉണ്ടാവാം? റിസർവും. അതിനുള്ള ക്ലൂ ഉണ്ടാവാം. റിസർവിനുള്ള ക്ലൂ തന്നില്ലെങ്കിൽ അവിടെ റിസർവ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കിയൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഹെഡ് കൊടുത്താൽ മതി. സെപ്പറേറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഹെഡ് കൊടുത്താൽ മതി. ലോങ് ടേം ലാബിലിറ്റിക്കുള്ള ക്ലൂ തന്നെന്നോ നോക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് എമൗണ്ട് തരും, അത് കൊണ്ടുപോയിട്ട് എഴുതണം. അതുമല്ലെങ്കിൽ നമുക്ക് ദർ ഇസ് നോ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞ ക്ലൂ തരും. അപ്പോൾ ലോങ് ടേം ലാബിലിറ്റി ഇല്ല എന്ന് അസ്യൂം ചെയ്യുക, ഇല്ല എന്ന് തന്നെ ആണ് അതിന്റെ മീനിങ്. പിന്നെ ഇൻ കേസ് അത് തന്നില്ല, ഒന്നും തന്നില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് ലാബിലിറ്റി ഒക്കെ ചെയ്ത് നോക്കും, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യും, ബാലൻസ് ഉണ്ടെങ്കിൽ അത് ലോങ് ടേം ലാബിലിറ്റി ആയിട്ട് എഴുതും. ഇങ്ങനെയും വരാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? പിന്നെ കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവാം, അതർ കറണ്ട് ലാബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നേരിട്ട് തരാറുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സും ചിലപ്പോൾ നേരിട്ട് തരും, ചിലപ്പോൾ നമ്മൾ ഏതൊരു റേഷ്യോ വെച്ചിട്ട്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ബാക്കിയുള്ള കറണ്ട് ലാബിലിറ്റി ഒക്കെ എന്താണ്? അതർ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 5 ഹെഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ ലോങ് ടേം ലാബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതില്ലെങ്കിൽ എത്ര ഹെഡ് ഉണ്ടാവുള്ളൂ? 2 2 2 4 അല്ലേ? അസറ്റ് സൈഡിൽ ഏതൊക്കെയാ? കറണ്ട് അസറ്റ്. അപ്പുറത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും. ലോങ് ടേം ലാബിലിറ്റി ഇല്ലെങ്കിൽ ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കറണ്ട് ലാബിലിറ്റിയും. ഇനി ശ്രദ്ധിക്കേണ്ട സംഗതി, ക്ലൂയിലേക്ക് നോക്കുക നമ്മൾ. എവിടെ? ഇതാ മുകളിലുള്ളത്. ഇത്രയും ഭാഗത്തേക്ക് നോക്കാം. ആദ്യം തന്നേതാ? കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫിക്സഡ് അസറ്റാ? കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, സ്റ്റോക്ക് അല്ലേ? ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ റേഷ്യോ കാണാം. അത് വെച്ചിട്ട് എന്ത് കിട്ടും? ഫിക്സഡ് അസറ്റും കിട്ടും, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കിട്ടും.
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ റിസർവ് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്, നേരിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഷെയർ ക്യാപിറ്റൽ ആവൂലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ രണ്ടെണ്ണേ വരാവൂ എന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ഷെയർ ക്യാപിറ്റലും റിസർവും. റിസർവ് നേരിട്ട് എന്നാൽ ബാക്കിയുള്ളത് ഏതായിട്ട് നമ്മൾ എടുക്കും? ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നേരിട്ട് തന്നിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റിന്റെ ഉള്ളിൽ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിട്ട് അസ്യൂം ചെയ്യേണ്ടി വരും? അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് മാറ്റേണ്ടി വരും. താഴത്തെ ലാസ്റ്റ് സെന്റൻസ് നോക്ക്, എന്താ പറഞ്ഞ? ദർ ഈസ് നോ ലോങ് ടേം ലാബിലിറ്റി. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അവിടെ ലോങ് ടേം ലാബിലിറ്റി ഇല്ല. അപ്പൊ 5 ഹെഡ് ഇല്ല, എത്രണ്ണേ ഉള്ളൂ? 4 ഉള്ളൂ. അസറ്റ് സൈഡിൽ 2 ലാബിലിറ്റി സൈഡിൽ 2. ക്ലിയർ അല്ലേ? എന്നാ വരക്കി, ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരക്കി. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് കൊടുക്കുക, എമൗണ്ട് ഒന്നും എഴുതരുത്. എഴുതിയിട്ടുണ്ടോ? വരച്ചിട്ടുണ്ടോ? ഫിക്സഡ് അസറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? താഴെ കറണ്ട് അസറ്റ് എന്ന് എഴുതിയോ? അത് എഴുതിയിട്ടുണ്ടോ? പിന്നെ ഇതൊന്നും എഴുതരുത്. നമുക്ക് സ്റ്റോക്ക് എന്ന് കാണാം അല്ലേ? ഏത് വെച്ചിട്ട് സ്റ്റോക്ക് കാണാം? കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും വർക്കിംഗ് ക്യാപിറ്റലൊക്കെ വെച്ചിട്ട് എന്ത് കാണാം? സ്റ്റോക്ക് കണ്ടുപിടിക്കാം. അപ്പൊ കറണ്ട് അസറ്റ് താഴെ എന്തുണ്ട് എന്ന് ഉറപ്പിക്കാം നമുക്ക്. സ്റ്റോക്ക് എന്നാ കൊടുക്ക്, താഴെ കറണ്ട് അസറ്റിന് താഴെ സ്റ്റോക്ക് എന്ന് മാത്രം എഴുതാം. വേറെ സാധനം കൂടെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതായിരുന്നു? ഡെപ്റ്റേഴ്സ് ആയിരുന്നു. ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ അവിടെ? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഡെപ്റ്റേഴ്സ് ഇല്ല. അപ്പൊ ബാക്കിയുള്ള കറണ്ട് അസറ്റുകളൊക്കെ എന്താവും? അതർ കറണ്ട് അസറ്റ് ആവും. പക്ഷെ അതർ കറണ്ട് അസറ്റ് ഉണ്ടാകും എന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടാ? കറണ്ട് അസറ്റ് ഇപ്പൊ 5 ലക്ഷമാണ്, സ്റ്റോക്കും 5 ലക്ഷം കിട്ടിയും വിചാരിച്ചോ, അപ്പൊ അവിടെ അതർ കറണ്ട് അസറ്റ് ഉണ്ടാവോ? ഉണ്ടാവൂല. കാരണം എന്താ? ഉള്ള കറണ്ട് അസറ്റ് ഒക്കെ ഇത് തന്നെയാ, സ്റ്റോക്കാണ്. അങ്ങനെ വിചാരിക്കണം ഉണ്ടാവില്ലെങ്കിൽ. അപ്പൊ സ്റ്റോക്ക് ഉണ്ട്, അതർ കറണ്ട് അസറ്റ് നമുക്ക് പിന്നെ എഴുതാം. ഒരു സ്ഥലം വിട്ടിട്ട് പ്രഭാഗം ഏത്? ലാബിലിറ്റി സൈഡില്. ലാബിലിറ്റി സൈഡിൽ പൊതുവെ 3 ഹെഡ് ഉണ്ടാവാറുണ്ട്. ഇവിടെ 3 ഹെഡ് ഉണ്ടാ? ഏതല്ലാത്ത? ലോങ് ടൈം ലാബിലിറ്റി. അപ്പൊ ഏതൊക്കെ 2 ഉള്ളൂ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കറണ്ട് ലാബിലിറ്റി. ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് കൊടുക്ക്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് കൊടുക്ക്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് താഴെ ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ ഒരു കമ്പനി മൂവ് ചെയ്യില്ല. ഉറപ്പല്ല കുട്ടികളെ? ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ മൂവ് ചെയ്യില്ലല്ലോ. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞു ചിലപ്പോൾ ഷെയർ ക്യാപിറ്റലും ഒപ്പം ഏതുണ്ടാവാം? റിസർവ്സ്. ഇവിടെ റിസർവ്സിന് ക്ലൂ ഉണ്ടോ? അതോ നേരിട്ട് തന്നിട്ടുണ്ട്? എന്താ ചെയ്തിട്ടുള്ളേ? ക്ലൂ ആണോ നേരിട്ട് തന്നിരിക്കണോ? നേരിട്ട് തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് എഴുതിരുത്താ പോരെ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ താഴെ ഷെയർ ക്യാപിറ്റൽ, താഴെ റിസർവ്സ്, അങ്ങനെ കൊടുക്കട്ടെ. ഇക്വിറ്റി നല്ല ഷെയർ ക്യാപിറ്റൽ, താഴെ റിസർവ്സ് കൊടുത്താൽ മതി. ഇതിൽ ഏതാ നേരിട്ട് തന്നെ? അപ്പൊ റിസർവ്സിന്റെ എമൗണ്ട് ആ ഇന്നർ കോളത്ത് കൊടുത്താൽ മതി. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ? ആ 5 ഹെഡുകളുടെ എമൗണ്ട് മാത്രം ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ റിസർവ്സ് എവിടെ വിടുക? എവിടെ എഴുതുക? അതിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിലായിട്ട്. എത്രയാണ് റിസർവ്? 2 lakh. അപ്പൊ ഏതും കഴിഞ്ഞു.
റിസർവ് കഴിഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കഴിഞ്ഞു. ലോൺ ടു ലാബിലിറ്റി ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? അതിലുണ്ടോ? ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ ലോൺ ടു ലാബിലിറ്റി ഇല്ല, ഒരു ഹെഡ് ഇല്ല, നമ്മൾ കഴിച്ചിലായി. ഇനി അതാ കറണ്ട് ലാബിലിറ്റി ഉണ്ട് നമുക്ക് ഷുവറാ, കാരണം കറണ്ട് റേഷ്യോ ലിക്വിഡ് റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് ലാബിലിറ്റി ഷുവർ ആയിട്ടുണ്ടാവും. അപ്പൊ താഴെ കൊടുക്കുക എന്താണ്? കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി മാക്സിമം വരാറുള്ളത് മൂന്നെണ്ണം ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയാ? ഒന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഒന്ന് ക്രെഡിറ്റേഴ്സ്, മൂന്ന് അതർ കറണ്ട് ലാബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നേരിട്ടാ തരാറ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ക്രെഡിറ്റേഴ്സിനുള്ള ക്ലൂ ഉണ്ടോ? നേരിട്ട് തന്നോ? അപ്പൊ ക്രെഡിറ്റേഴ്സ് പോയിട്ടുണ്ട്, താഴെ എഴുതി കൂടെ ക്രെഡിറ്റേഴ്സ്. ആ ക്രെഡിറ്റേഴ്സ് എത്ര? 50,000. ഇന്നർ കോളത്തിൽ എഴുതി കൂടെ. ആ ഇനി അവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ, കറണ്ട് ലാബിലിറ്റി ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? ബാക്കി എന്താ കൊടുക്കുക? കറണ്ട് ലാബിലിറ്റിയുടെ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊരു കറണ്ട് ലാബിലിറ്റി കൊടുക്കുക. അതിപ്പോ കൊടുക്കണ്ടല്ലോ, അല്ല സ്ഥലം വിട്ടാൽ മതി. ഇനി ടോട്ടലിന്റെ സ്ഥലം വിട്ടിട്ട് ക്ലോസ് ചെയ്തോളി ആ ഭാഗം. ഇനി നമുക്ക് വർക്ക് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ ഫില്ല് ചെയ്യാൻ. ഏതൊക്കെ? ഫിക്സഡ് അസറ്റിന്റെ എമൗണ്ട് ഫില്ല് ചെയ്യണം, കറണ്ട് അസറ്റിന്റെ എമൗണ്ട് ഫില്ല് ചെയ്യണം, സ്റ്റോക്ക് എഴുതണം, ആ ചിലപ്പോൾ അതർ കറണ്ട് അസറ്റ് ഉണ്ടാവും, അത് എഴുതണം, ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, റിസർവ് കിട്ടി, കറണ്ട് ലാബിലിറ്റി ഫുള്ള് കണ്ടുപിടിക്കണം, ക്രെഡിറ്റേഴ്സ് കിട്ടി, ബാക്കി അതർ കറണ്ട് ലാബിലിറ്റി കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര പണിയുള്ളൂ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണണം, ഷെയർ ക്യാപിറ്റൽ ആവണം, കറണ്ട് ലാബിലിറ്റി കണ്ടുപിടിക്കണം, അതർ കറണ്ട് ലാബിലിറ്റി 4, ഫിക്സഡ് അസറ്റ് 5, കറണ്ട് അസറ്റ് 6, അതർ കറണ്ട് അസറ്റ് 7. 7 ഐറ്റം നമുക്ക് ആകെ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അതെന്നെ എഴുതിയ അതന്നെ ഒരു 3-4 കിട്ടിയാൽ ബാക്കിയൊക്കെ കിട്ടും. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. എന്നാ ഇനി നമ്മൾ എന്ത് ചെയ്യാനോ, വർക്കിൻ നോട്ട് എന്ന് ഹെഡ് കൊടുക്കുക. കൊടുത്താ? വർക്കിൻ നോട്ട് ഹെഡ് കൊടുത്തിട്ട് താഴെ കൊടുക്കുക കാൽക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി ആൻഡ് സ്റ്റോക്ക്. എന്താണ്? കാൽക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി ആൻഡ് സ്റ്റോക്ക് അല്ലേ? നമുക്ക് അതിക്ക് നോക്കാം, ചെയ്യാം. അത് നല്ലത്. നിങ്ങൾ അല്ലെങ്കിൽ അത് ഇങ്ങനെ എഴുതിയെടുക്കും. ബ്രാക്കറ്റ് കൊടുക്കുക ബൈ യൂസിങ്. ഏതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കാറ്? ബൈ യൂസിങ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ബൈ യൂസിങ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? നമ്മൾ എങ്ങനെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും സ്റ്റോക്ക് ഒക്കെ കണ്ടുപിടിച്ചിരുന്നത്? ഓർമ്മ ഉണ്ടോ? താഴെ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഒറ്റ ലൈനിലിട്ട നമ്മൾ ചെയ്ത് ആ ഭാഗം ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്ത് മറിച്ച് കൈ പിടിച്ച് വെച്ചാ. എങ്ങനെയായിരുന്നു? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ഈക്വൽ ടു, ഇവിടെ എത്രയാണ്? 3:1 അല്ലേ? അതിന്റെ മീനിങ് എന്താ? 3/1. ഇനി എങ്ങനെ കണ്ടിരുന്ന? താഴെ എന്താ കൊടുത്തിരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ?
വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു എങ്ങനെ കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് അങ്ങനെ എഴുതി തരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അല്ല കുട്ടികളെ, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കിട്ടുക? കറണ്ട് അസറ്റ് മൈനസ് ഈക്വൽ ടു എത്ര എമൗണ്ട് ഇവിടെ 4 lakh അല്ലേ? ഇനി എന്താ കണ്ടിരുന്നോ ഇവിടെ എന്താ റേഷ്യോയിലേക്ക് മാറ്റുമ്പോ കറണ്ട് അസറ്റിന്റെ റേഷ്യോ 3ഉം കറണ്ട് ലാബിലിറ്റിയുടെ റേഷ്യോ 1ഉം ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ റേഷ്യോയിലേക്ക് മാറ്റിയ വർക്കിംഗ് ക്യാപിറ്റൽ ബ്രാക്കറ്റില് 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4 lakh. ഇനി എങ്ങനെ കൊടുക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കോമ 2 അല്ലേ? ഈ 2 എവിടെ നിന്ന് കിട്ടി? 3 minus 1 ഈസ് ഈക്വൽ ടു ഈ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ചെറിയൊരു പെട്ടിയിലാക്കിയത് ബോക്സിലാക്കി വെച്ചിരുന്നു അല്ലേ? എന്തിനാ ബോക്സിലാക്കിയത്? അതാണ് അതിന്റെ ബേസ്. ഈ ബേസ് വെച്ചിട്ട് വേണം ബാക്കി കണ്ടുപിടിക്കാൻ അല്ലേ? ഇനി എന്ത് ചെയ്യാ? ആദ്യം കണ്ടുപിടിക്കേണ്ടതാ കറണ്ട്. എന്നാ കൊടുക്കി താഴെ. ഇപ്പൊ അന്നാ പഠിച്ചതിന്റെ ഉപകാരം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കറണ്ട് അസറ്റിന്റെ റേഷ്യോ എത്രയാ? കറണ്ട് അസറ്റിന്റെ റേഷ്യോ 3 ആണ്. 3:1 ആണ്. അപ്പൊ കറണ്ട് അസറ്റ് 3ഉം കറണ്ട് ലാബിലിറ്റി 1ഉം അല്ലേ? നമ്മൾ ഇങ്ങനെയല്ലേ കൊടുത്തിരുന്ന കറണ്ട് അസറ്റ് 3. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈസ് ഈക്വൽ ടു നമ്മൾ ആ ബേസിന്റെ എമൗണ്ട് എത്രയായിരുന്നു? വർക്കിംഗ് ക്യാപിറ്റലിന്റെ എമൗണ്ട് 4 lakh. ഇനി എന്തായിരുന്നു? ഇൻറ്റു ഏതാ കണ്ടുപിടിക്കണ്ടേ? കറണ്ട് അസറ്റ് റേഷ്യോ എത്രയാ? 3. ദെൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ റേഷ്യോ എത്രയായിരുന്നു? 2. ഈ 2 എവിടെ നിന്ന് കിട്ടി? ആ ബേസിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിന്റെ റേഷ്യോ. 4 lakh എവിടെ നിന്ന് കിട്ടി? അതിന്റെ എമൗണ്ട്. 3 എവിടെ നിന്ന് കിട്ടി? ഏതാണോ കണ്ടുപിടിക്കണം അതിന്റെ റേഷ്യോ. എത്ര വരും? 12/2. 6 lakh ആണോ? 6 lakh കിട്ടിയ ഉടനെ നമുക്ക് എന്താ കിട്ടിയപ്പോ? അപ്പൊ കറണ്ട് അസറ്റിന്റെ നേരെ നമ്മൾ ബാലൻസ് ഷീറ്റ് വരച്ചു കൊടുത്ത് ഔട്ടർ കോളത്തിലായിട്ട് എമൗണ്ട് കോളത്തിലായിട്ട് 6 lakh കൊടുത്തൂടെ? എന്നാ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കി. അപ്പൊ ആരായി? ഇനി അടുത്തത് ഏതാ? കറണ്ട് ലാബിലിറ്റി ഇങ്ങനെ തന്നെ വെച്ച് കാണാം, ഇല്ലെങ്കിൽ അതിന് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചാലും മതി അല്ലേ? കറണ്ട് ലാബിലിറ്റി അങ്ങനെ തന്നെ വെച്ച് മോഡൽ തന്നെ ചെയ്തോളി. 1 കറണ്ട് ലാബിലിറ്റി 1 അല്ലേ? 1 ആണ്. ഇനിയോ 4 lakh into 1/2. ഈ 1 എവിടുന്ന? കറണ്ട് ലാബിലിറ്റിയുടെ. 4 lakh എവിടുന്ന? വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട്. 2 എന്താ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ റേഷ്യോ. 4 lakh into 1/2. 4 lakh divided by 2. 2 lakh വരണ്ട. താഴെ കറണ്ട് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു 2 lakh. മുകളിൽ കറണ്ട് അസറ്റ് 6 lakh കിട്ടിയിരുന്നു. ഇപ്പൊ കറണ്ട് ലാബിലിറ്റി എത്രയാണ്? ഇനി എന്ത് ചെയ്യണം? ഈ 2 lakh എവിടെ കൊണ്ടുപോയിട്ട് എഴുതണം? ബാലൻസ് ഷീറ്റിലെ കറണ്ട് ലാബിലിറ്റി കോളത്തിൽ കൊണ്ടുപോയിട്ട് കറണ്ട് ലാബിലിറ്റിയുടെ നേരെ 2 lakh എഴുതാം. എഴുതിയാ? ഇപ്പൊ എത്ര ഹെഡ് ശരിക്കും കിട്ടി? 2 ഹെഡ് കിട്ടിയോ? കിട്ടി. ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്തൂടെ? ക്രെഡിറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു കറണ്ട് ലാബിലിറ്റിയുടെ താഴെ. എത്രയാ?
50,000. കറണ്ട് ലാബിലിറ്റി ടോട്ടൽ എത്ര ഉണ്ട് താനും? അപ്പൊ ഇവിടെ ബാലൻസ് ഇല്ലേ? ആ ബാലൻസിന് എന്ത് പേരിൽ അറിയപ്പെടുക? ആ ക്രെഡിറ്റേഴ്സിന്റെ താഴെ അതർ കറണ്ട് ലാബിലിറ്റി എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. കറണ്ട് ലാബിലിറ്റിയുടെ താഴെ അതർ കറണ്ട് ലാബിലിറ്റി എത്രയാ? ആ 1,50,000 കിട്ടിയ വിധം മനസ്സിലായില്ലേ? എന്നാലോചിച്ച് നോക്കി, ഇത്രയും ഭാഗം കഴിഞ്ഞ് എളുപ്പമാണ്. കറണ്ട് അസറ്റും കിട്ടി, ഞാൻ സ്റ്റോക്കൊക്കെ കിട്ടിയാൽ സ്റ്റോക്ക് കിട്ടിയ അപ്പടിയും കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ ആകെ ഒരു ഇത്തിരി ഉണ്ട്, ഉണ്ടോ? കഴിഞ്ഞു, നമ്മളെ പരിപാടി കഴിഞ്ഞു. നീ ഏതാ സ്റ്റോക്ക് കണ്ടുപിടിക്കണ്ടേ? സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാറ്? താഴെ കൊടുക്ക്, സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റിയാ. ആ, സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കൊടുക്ക്, സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത് ഓർമ്മണ്ട? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിരുന്നില്ലേ? ഓർമ്മണ്ടോ? അതല്ലാതെയും കണ്ടുപിടിക്കാം, ഇതേ മോഡൽ തന്നെ കണ്ടുപിടിക്കാം, ഒരു പ്രശ്നമല്ല. നമ്മൾ അന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. എങ്ങനെയാ? ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു, എന്താ ലിക്വിഡ് റേഷ്യോ? ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എത്ര? ഈസ്റ്റു എത്ര? 1.5 ഡിവൈഡ് ബൈ liquid asset is liquid asset divided by current liability is equal to 1.5 divided by 1. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കറിയാം, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാ അറിയുന്നേ? കറണ്ട് ലാബിലിറ്റി നമുക്കറിയാം. അപ്പൊ എങ്ങനെ എഴുതാ? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് എത്ര? 2 lakh is equal to 1.5 divided by 1. ഇത്രയും മനസ്സിലാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ ഇതുവരെ? ഈ എഴുതിയത് ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വരും, 1LA അല്ലെങ്കിൽ LA ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു അല്ലേ, 1LA ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു 1.5 അല്ലേ? അല്ല കുട്ടികളെ, അല്ലേ? ആ, ഇതിനൊരു എളുപ്പ വഴി ഉണ്ട്. എന്താ അറിയോ? കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് അല്ലേ, എപ്പോഴും കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് അല്ലേ? ഹലോ, കേൾക്കണ്ടോ? ആ കറണ്ട് ലാബിലിറ്റിന്റെ എമൗണ്ടിനെ ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ അല്ലേ? മനസ്സിലായോ? ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ എത്ര ഇവിടെ? 1.5 അല്ലേ? മനസ്സിലായോ? അതാണ് ഇൻറ്റു ചെയ്താൽ ലിക്വിഡ് അസറ്റ് കിട്ടും. എന്താണ്? കറണ്ട് ലാബിലിറ്റിന്റെ എമൗണ്ട് ഇൻറ്റു ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ. കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് എത്രയാ? 2 lakh. ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ 1.5. എപ്പോഴും മനസ്സിലാക്കി വിചാരിച്ചാൽ മതി. എപ്പോഴും ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ലാബിലിറ്റി ഇൻറ്റു 1.5. അത്ര ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാല്ല. അവിടെ ഐറ്റം മാറരുത്. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു പ്രോബ്ലത്തില് ലിക്വിഡ് റേഷ്യോ 3 എന്ന് വിചാരിച്ചോ, 3:1. അപ്പൊ കറണ്ട് ലാബിലിറ്റി എത്രയാണോ അത് ഇൻറ്റു എത്ര കൊടുക്കുക? 3. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുക, അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത്.
അപ്പൊ അവിടെ എത്ര കിട്ടുക? ഇങ്ങനെ കിട്ടിയില്ലേ? 1 LA is equal to 2 lakh into 1.5 അല്ലേ? അപ്പൊ LA is equal to 1 LA എന്ന് പറഞ്ഞാൽ LA തന്നെ. ലിക്വിഡ് അസറ്റ് is equal to 2 lakh into 1.5 എത്രയാ? അപ്പൊ എന്തായിട്ടുള്ളൂ? ലിക്വിഡ് അസറ്റ്. ഇനി സ്റ്റോക്ക് കണ്ട സ്റ്റോക്ക് എങ്ങനെ കാണാ? താഴെ കൊടുക്കി. ഇപ്പൊ ലിക്വിഡ് അസറ്റ് എല്ലാവർക്കും 3 ലക്ഷം കിട്ടിയില്ലേ? ആ ഇനി താഴെ സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയായിരുന്നു? 6 lakh. പിന്നെ സ്റ്റോക്കോ? അപ്പൊ എത്രയാ? ശരിക്കും ഇതൊക്കെ വളഞ്ഞ വഴിയാട്ടാ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ എളുപ്പ വഴി പറഞ്ഞാല് ഞാനാണെങ്കിൽ എന്ത് ചെയ്യാന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ഇതുവരെ മനസ്സിലാവാത്തവരുണ്ടോ? സ്റ്റോക്ക് 6 ലക്ഷം 3 ലക്ഷം കറണ്ട് അസറ്റിന് ലിക്വിഡ് അസറ്റ് കുറച്ച് കിട്ടാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടോ? എത്ര കിട്ടി കുട്ടികളെ? 3 lakh. അപ്പൊ സ്റ്റോക്ക് 3 lakh കൊണ്ടുപോയിട്ട് എഴുതി എവിടെയാ? ബാലൻസ് ഷീറ്റില് എഴുതിയാ? കറണ്ട് അസറ്റ് എത്രയായിരുന്നു? ബാലൻസ് ഉണ്ട് അവിടെ. സ്റ്റോക്ക് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടാ? അപ്പൊ ബാക്കി എന്ത് കൊടുക്കുക? അതർ കറണ്ട് അസറ്റ്. ഇനി കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനാണെങ്കിൽ ഇത് എളുപ്പവഴിയിൽ എന്തെങ്ങനെ കണ്ടുപിടിക്കാന്നോ? കേട്ടോ. കറണ്ട് അസറ്റിന്റെ റേഷ്യോ എത്ര? എത്ര? 3 അല്ലേ? 3. ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ എത്ര? കറണ്ട് അസറ്റിന് ലിക്വിഡ് അസറ്റ് കുറച്ചാൽ സോറി കറണ്ട് അസറ്റിന് ലിക്വിഡ് അസറ്റ് കുറച്ചാലല്ലേ സ്റ്റോക്ക് കിട്ടുക? സ്റ്റോക്കിനെ നമ്മൾ നേരിട്ട് കാണാൻ സ്റ്റോക്കിന്റെ റേഷ്യോ 1.5 ആണ്. എങ്ങനെയാ? 3 മൈനസ് ഇതിനെ കറണ്ട് ലാബിലിറ്റി കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. സ്റ്റോക്കിന്റെ എമൗണ്ട് കിട്ടും. ഏതിനെ? കറണ്ട് അസറ്റിന്റെയും ലിക്വിഡ് അസറ്റിന്റെയും റേഷ്യോയുടെ ഡിഫറൻസ് ആണ് സ്റ്റോക്കിന്റെ റേഷ്യോ. ആ സ്റ്റോക്കിന്റെ റേഷ്യോനെ കറണ്ട് ലാബിലിറ്റി കൊണ്ട് ഇൻഡ് ചെയ്താൽ കറണ്ട് ലാബിലിറ്റി 1 lakh ആണ്. അതുകൊണ്ടാണ് ഇൻഡ് ചെയ്യിപ്പിക്കണേ. മനസ്സിലായോ? ഇങ്ങനെ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ മറ്റത് വളഞ്ഞ വഴിയാണ്. മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും. സിമ്പിൾ വഴിയാണ് ഈ പറഞ്ഞത്. ഏതെന്ന് കറണ്ട് അസറ്റിന്റെ റേഷ്യോയിൽ നിന്ന് ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ കുറയ്ക്കുക. ആ കിട്ടുന്നതാണ് സ്റ്റോക്കിന്റെ റേഷ്യോ. അതിനെന്ത് വെച്ചിട്ട് ഇൻഡ് ചെയ്യുക? കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് വെച്ചിട്ട് ഇൻഡ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലാവാത്തവർ വീഡിയോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. യെസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫിക്സഡ് അസറ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ഇത്രയും ഭാഗം കിട്ടിയില്ലേ? കറണ്ട് ലാബിലിറ്റി 2 കറണ്ട് അസറ്റും ആയി. അല്ല കുട്ടികളെ? എന്നാ താഴെ കൊടുക്ക് വർക്കിംഗ് നോട്ടില് കമ്പ്യൂട്ടേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താണ്? ഫിക്സഡ് അസറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എഴുതിയാ? ഹലോ. അത് കണ്ടുപിടിക്കൽ നമുക്ക് നാളെ ചെയ്യാം. കാരണം സമയമല്ല. കഴിഞ്ഞു. ഇപ്പൊ പോകും. ശരി എന്നാ.